കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം. കടലേറ്റത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ഫിഷ് ലാൻഡ് സെന്റർ റോഡ് ഇടിഞ്ഞു വീണു. മഞ്ചേശ്വരം കണ്ണുതീർത്ത കടപ്പുറത്ത് റോഡ് കടലെടുത്തു. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായി. ശക്തമായ തിരയടിച്ചിലിൽ കല്ലുകൾ ഇളകി തിരമാലകൾ തീരദേശ റോഡിന് സമീപം എത്തിയിരിക്കുകയാണ്. തിരയടിച്ചിലിൽ മണ്ണിളകി വരുന്നത് പഞ്ചായത്ത് നിർമ്മിച്ച റോഡിന് ഭീഷണിയാകുന്നു. ശക്തമായ കടലേറ്റത്തെ തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലാണ്. അടിഭാഗത്തെ മണൽ ഒഴുകിപ്പോയതിനെ തുടർന്ന് അപകട ഭീഷണിയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ തടഞ്ഞു. റോഡ് പൂർണ്ണമായും തകരുന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. പല പ്രശ്നങ്ങളും മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ അഴിമുഖം ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് അജാനൂർ പഞ്ചായത്ത് നേരത്തെ തന്നെ വളരെ ദൂരം തന്നെ അഴിമുഖം വെട്ടിമാറ്റിക്കൊണ്ട് വെള്ളം പോകുന്ന സംവിധാനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അഴിമുഖം ഗതിമാറിയിട്ട് ഏകദേശം അജാനൂർ ഫിഷ് ലാൻഡ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അഴിമുഖം ഇങ്ങോട്ടേക്ക് ഗതിമാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയാവസ്ഥയാണ്. പ്രദേശത്തെ നിരവധി തെങ്ങുകളും കടപുഴകി വീണു. ഇവിടെ 100 മീറ്ററോളം കടലെടുത്തിരിക്കുകയാണ്. റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇതുവഴി ഗതാഗതം നിരോധിച്ചതോടെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കഴിഞ്ഞ വർഷവും കടലേറ്റത്തിൽ ഇവിടെ റോഡ് തകർന്നിരുന്നു. 1 കിലോമീറ്ററോളം ഭാഗത്തെ കടൽഭിത്തിയും തകർന്നിട്ടുണ്ട്. പലയിടത്തും കരയിടിച്ചിലും രൂക്ഷമാണ്. റോഡ് അടച്ചിട്ടതോടെ കിലോമീറ്ററോളം ചുറ്റി ഫിഷ് ലാൻഡിംഗ് സെന്ററിലെത്തേണ്ട അവസ്ഥയാണ്. പഞ്ചായത്ത് അധികൃതരും അഗ്നിരക്ഷാ സേനയും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഞ്ചേശ്വരം കണ്ണുതീർത്ത കടപ്പുറത്തും കടലാക്രമണം രൂക്ഷമാണ്. ഇവിടെ തീരപ്രദേശത്തെ റോഡ് കടലെടുത്തു. ശുദ്ധജല വിതരണവും താറുമാറായി. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കും ഉദ്ഘാടനത്തിന് മുൻപേ കടലെടുത്തു. കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശനം നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുകയാണ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്.